സാറേ, ഒരു കാലത്ത് ഇന്ത്യൻ സിനിമ എന്ന് പറഞ്ഞാൽ ബോളിവുഡ് സിനിമയായിരുന്നു. അത് ലോകത്തിൻ്റെ മുമ്പിൽ ബോളിവുഡ് സിനിമയാണ് ഇന്ത്യൻ സിനിമ. എത്രയോ സിനിമകൾ മറ്റ് രാജ്യങ്ങളിൽ ആഘോഷിക്കപ്പെട്ടത് ഇന്ത്യൻ സിനിമ എന്ന് പറഞ്ഞാൽ ഈ ഹിന്ദി സിനിമകളാണ് ആഘോഷിക്കപ്പെട്ടത്. നമ്മുടെ പ്രാദേശികമായ സിനിമകളൊക്കെ വളരെ വളരെ ചുരുക്കം, അതൊക്കെ ഏതെങ്കിലും ഫെസ്റ്റിവലിലൊക്കെ പോയി ആളുകൾ കണ്ടു എന്നുള്ളതല്ലാതെ വളരെ ചുരുക്കം സിനിമകൾ ആണ് ആ തരത്തിൽ കൊമേഴ്ഷ്യൽ സിനിമകൾ ആളുകൾ കണ്ടിട്ടുള്ളത്. പിന്നീട് നമ്മുടെ ശിവാജി ഗണേശൻ്റെ ചിത്രം, അതുപോലെ രജനീകാന്തിൻ്റെ ചിത്രങ്ങൾ, അതൊക്കെയാണ്. അത് ചില രാജ്യങ്ങളിൽ മാത്രമേ ഉള്ളൂ ആളുകൾ ആഘോഷിച്ചിരുന്ന ചിത്രങ്ങൾ. പക്ഷേ ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ വളരെ കഴിഞ്ഞ കുറേ നാളുകൾ ആയിട്ട് ബോളിവുഡ് സിനിമയുടെ പ്രതാപം മങ്ങിയിരിക്കുന്നു. ആ സ്ഥാനത്ത് എനിക്ക് തോന്നുന്നത് ബാഹുബലിക്ക് ശേഷമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ബാഹുബലി ഉണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. ഇങ്ങനെയാണൊരു സിനിമ കോടികൾ, ബോളിവുഡിൽ നമുക്കറിയാമല്ലോ, കോടികൾ ചിലവാക്കി സിനിമ എടുക്കുകയാണ്. പക്ഷേ കോടികൾ ചിലവാക്കി ഇപ്പുറത്തെ ദക്ഷിണേന്ത്യയിൽ നിന്നൊരു സിനിമ വരുന്നു. ആ സിനിമ എന്ന് പറയുന്നത് ഹിന്ദി സിനിമയെ വെല്ലുന്ന തരത്തിൽ ഉള്ള ഒരു സിനിമ. അപ്പോൾ ആ സിനിമയ്ക്ക് ശേഷം പിന്നീട് വന്ന മിക്കവാറും എല്ലാ ദക്ഷിണേന്ത്യൻ ചിത്രങ്ങളും അവിടെ വലിയ ഹിറ്റായി മാറുന്നു. അതേസമയം ആ സമയത്ത് തന്നെ ഇറങ്ങുന്ന ബോളിവുഡ് സിനിമകൾ, അത് വലിയ താരങ്ങളുടെ സിനിമകളൊക്കെ തിയേറ്ററിൽ ദയനീയമായി മൂക്കും കുത്തി വീഴുന്ന കാഴ്ച. ഇപ്പോഴും അതിൽ നിന്ന് മോചനം നേടാൻ സാധിച്ചിട്ടില്ല. അല്ല, ഇതൊരു ദിവസം കൊണ്ട് തുടങ്ങി, ബാഹുബലിയോട് കൂടി തുടങ്ങിയൊന്നുമല്ല. അല്ല, ഞാൻ ഡൽഹി പഠിക്കുന്ന സമയത്ത് എനിക്ക് എൻ്റെ ഫ്രണ്ട്സായിട്ട് സിവിൽ സർവീസ് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ അവരെന്നോട് പറയുന്ന കാര്യം, സൗത്ത് ഇന്ത്യൻ സിനിമകൾ എന്ത് ഗംഭീര പടങ്ങളാണ്. കണ്ടന്റ് വൈസ് കണ്ടന്റ് വൈസ് മാത്രമല്ല, അല്ലു അർജുൻ്റെ സിനിമയിലൊക്കെ ഡാൻസ് ഒക്കെ ഉണ്ട്. അയാളെ ഹിന്ദിയിൽ അഭിനയിച്ച അയാളെ പിടിച്ചാൽ കിട്ടില്ലെന്ന്. അതുപോലെ മോഹൻലാലിൻ്റെ അഭിനയത്തെ പറ്റി അവർ പറയുന്നു, മമ്മൂട്ടിയുടെ അഭിനയത്തെ പറ്റി പറയുന്നു. കമൽഹാസൻ അവർക്ക് ഓൾറെഡി അവർക്ക് അറിയാം, അവിടെ ഒരു ഹീറോ ആയിരുന്നു. രജനീകാന്ത് അവിടെ, പിന്നെ ഇയാളുടെ അമിതാഭ് ബച്ചൻ അനിയനൊക്കെ ഒരുപാട് സിനിമ ഉണ്ട്. രജനീകാന്ത് അദ്ദേഹം പിന്നെ നല്ല ഹമ്മിലൊക്കെ അനിയനെ മറ്റായിട്ടാണ് അനിയനായിട്ട് അഭിനയിച്ചത്. അതുപോലെ ഋതിക് റോഷൻ ആദ്യമായിട്ട് അഭിനയിച്ച സിനിമയിലെ നായകൻ രജനീകാന്താണ്. ശ്രീദേവിയുടെ ഒരു പടത്തിൽ രണ്ട് നായകന്മാർ, ഒരാൾ രജനീകാന്ത്. അപ്പം രജനീകാന്തിനെ അവർക്കൊക്കെ അറിയാം. അത് രജനീകാന്തിനെ അവർ അത്ഭുതത്തോടു കൂടിയാണ് കാണാറുള്ളത്. ഒരു രാജാവിനെ പോലെ സൗത്ത് ഇന്ത്യ അടക്കി വാഴുന്ന ഒരാൾ എന്ന രീതിയിലാണ്. അത് ഷാരൂഖ് ഖാൻ്റെ സിനിമയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഷാരൂഖ് ഖാൻ്റെ ചെന്നൈ എക്സ്പ്രസ്സിൽ രജനിക്കുള്ള ട്രിബ്യൂട്ടാണ് ആ സിനിമ. ഷാരൂഖ് ഖാൻ എപ്പം കാണുമ്പോഴും അദ്ദേഹത്തിനോട് ചോദിക്കുക, ഹൗ ക്യാൻ ബി എ ഷെഹൻഷാ, എങ്ങനെ ഒരു ഷെഹൻഷാ, ഒരു ചക്രവർത്തി ആവുന്ന. അപ്പോൾ ഇങ്ങനെ തിരിച്ചു പറയും, ഷാരൂഖ് വൺ ഡേ യു വിൽ ബി എ ഷെഹൻഷാ എന്ന് പറയും. അങ്ങനെ. പിന്നെ അതുപോലെ തന്നെ തെലുങ്ക് സിനിമ എന്ന് പറഞ്ഞാൽ വലിയ ക്യാൻവാസിലെടുക്കുന്ന സിനിമകളാണ്. നമ്മൾ തെലുങ്ക് സിനിമകൾ കാണുന്നതിന് മുമ്പ് ഉത്തരേന്ത്യക്കാർ തെലുങ്ക് സിനിമ കാണുന്നുണ്ടായിരുന്നു. ഈ പ്രൈവറ്റ് ചാനലുകൾ, ഈ സ്വകാര്യ ചാനലുകൾ ഈ സിനിമകളൊക്കെ തന്നെ അവർ മൊഴിമാറ്റം നടത്തി അവിടെ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ അവിടെയുള്ള ഭോജ്പുരി സിനിമകളെക്കാട്ടൊക്കെ വളരെ നല്ല സിനിമയാണ്. പലപ്പോഴും അതിൻ്റെ ക്വാളിറ്റി, ടെക്നിക്കൽ എക്സലൻസ് കൊണ്ട് ഇന്ത്യൻ സിനിമയെ വെല്ലുന്ന സിനിമകൾ, ബാലയ്യൻ്റെ ഒക്കെ സിനിമകളിൽ തന്നെ നമുക്ക് കണ്ടാൽ ചിരി തോന്നുമെങ്കിൽ പോലും അവിടെ ആളുകളെ ഒന്നെങ്കിൽ ചിരി ഉണ്ടാക്കും, അതല്ലെങ്കിൽ കൊള്ളാമെന്നുള്ള ഫീൽ ഉണ്ടാക്കിയിരുന്നു. കോടികളാണ് അവിടെ. അല്ല, വേറൊരാളുണ്ട്, മഹേഷ് ബാബു. മഹേഷ് ബാബു ലോകത്ത് എവിടെ കൊണ്ടുവച്ചിട്ടാണ് ആ നാട്ടിലെ സുന്ദരനാണ്. അയാൾക്ക് ഇപ്പോഴും എനിക്ക് തോന്നുന്നു അയാളെ മോളിപ്പം ഡിഗ്രി ആയിട്ടാൻ പഠിക്കുകയാണ്. പക്ഷേ അയാളെപ്പോഴും കണ്ടാൽ വിചാരിക്കും പ്ലസ് ടു കഴിയുന്ന പയ്യനാണ്. മഹേഷ് ബാബുവിൻ്റെ സിനിമ, മഹേഷ് ബാബു ഇടയ്ക്ക് മാറുന്ന സമയത്ത് വിജയ് മഹേഷ് ബാബുവിൻ്റെ സിനിമ റീമേക്ക് ചെയ്തു, ഗില്ലി പോലുള്ള സിനിമകൾ, അതും അവിടെ ഓടിയിരുന്നു. അപ്പം അത് കഴിഞ്ഞ് ഇങ്ങനെ വന്ന സമയത്താണ് ബോളിവുഡിന് അതിൻ്റേതായിട്ടുള്ള ചില അതിൻ്റെ ശത്രുക്കളെ അത് ഉണ്ടാക്കിയിരുന്നു. അതൊന്ന് ഈ പറയുന്നതിൻ്റെ ഈ അധോലോകത്തിൻ്റെ ദാവൂദ് ഇബ്രാഹിമിൻ്റെ സ്വാധീനമാണ്. ദാവൂദ് ഇബ്രാഹിമിനെ പണം വെളുപ്പിക്കുന്ന ഒരു സാധനമാണ് ഈ ബോളിവുഡ് എന്ന രീതിയിൽ പ്രചാരണം ശിവസേന നടത്തിയിരുന്നു. അത് RSS നന്നായിട്ട് പിൽക്കാലത്ത് ഏറ്റെടുത്ത് നടത്തിയിരുന്നു. ഈ ഖാൻമാർ വന്നത് തന്നെ ദാവൂദ് ഇബ്രാഹിം സപ്പോർട്ട് ചെയ്തിട്ടാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നല്ലത് ഈ ഷാരൂഖ് ഖാന്, ഈ സൽമാൻ ഖാൻ്റെ ഒക്കെ അച്ഛൻ പണ്ടേ, ഈ ദാവൂദ് അവിടെ ഒന്നും ആകുന്നതിന് മുമ്പ് അവിടുത്തെ ഫിലിം ഇൻഡസ്ട്രി പ്രധാനപ്പെട്ട ഹെലനെ കല്യാണം കഴിച്ചതൊക്കെ അദ്ദേഹമാണ്. ഈ സൽമാൻ ഖാൻ്റെ അച്ഛനാണ്. അത് രണ്ടാമത്തെ ഭാര്യയാണ് ഹെലൻ. അമീർ ഖാൻ്റെ വാപ്പയും അവിടെ വളരെ കാലമായിട്ട് സിനിമ പാസി തിയേറ്ററിലൊക്കെ ഉള്ള ആളാണ്, അമ്മാവനും ഒക്കെ തന്നെ. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ആ കാലഘട്ടത്തിൽ ദിലീപ് കുമാർ മുസ്ലിമായിരുന്നു. പക്ഷേ ദിലീപ് കുമാറിൻ്റെ പേരോട് അത് മുസ്ലിം ആരും തിരിച്ചറിഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ. ദിലീപ് കുമാറും രാജ്കുമാറും തമ്മിലായിരുന്നു അവിടെ മത്സരം. അത് കഴിഞ്ഞ് 90s കൂടി ഈ പറയുന്ന ഖാൻ കുടുംബങ്ങളിൽ നിന്ന് അമീർ ഖാൻ ഇവരെല്ലാവരും വന്നു തുടങ്ങി. ഇവർ അന്ന് ആ സമയത്ത് തന്നെ കുറച്ച് വൈകിട്ടാണ് സുനിൽ ഷെട്ടിയും അക്ഷയ് കുമാറും ഒക്കെ വരുന്നു. അവർക്ക് അവരുടേതായ ഒരു നീഷ് ഉണ്ടാകും. എസ്പെഷ്യലി കുറച്ച് കഴിഞ്ഞ് ഋതിക് റോഷൻ വരുന്നു. ഋതിക് റോഷൻ ഓവർനൈറ്റ് സ്റ്റാറാവുന്നു. ഷാരൂഖിന് ലേറ്റായിട്ട് വന്നാൽ, ഷാരൂഖ് നെഹ്റു കുടുംബമായിരുന്നു, അവിടെ കോൺഗ്രസ്സായിട്ട് ബന്ധപ്പെട്ട ഒരാളാണ്. അപ്പോൾ ദൂരദർശനിലെ സീരിയലുകൾ വഴിയായിട്ടാണ് ഷാരൂഖ് വരുന്നത്. പക്ഷെ ഇങ്ങനെ ഒരു പ്രചാരണം ഉണ്ടായിരുന്നു. പിന്നെ ഹോളിവുഡിൽ സിനിമ നമുക്കറിയാലോ, സിനിമ ലിക്വിഡ് മണി കൊണ്ടുള്ള കാശാണ്, പെട്ടെന്ന് മണി അറേഞ്ച് ചെയ്യേണ്ടതായിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ മണി കൊടുക്കുന്ന, ഇപ്പോൾ ഏത് ഇൻഡസ്ട്രി നോക്കിക്കഴിഞ്ഞാലും
പിന്നെ നമ്മളിപ്പം ലിക്വിഡ് മണി കൈവശം വെക്കുന്ന ആളുകൾ അത്ര ഫെയറായി ബിസിനസ് ചെയ്യുന്ന ആളുകളായിരിക്കില്ല. അവർക്ക് എന്തെങ്കിലുമൊക്കെ കണക്ഷൻസ് ഒക്കെ ഉണ്ടാവും. അത് മുസ്ലിം ആണോന്ന് പോലും ഇല്ല. അപ്പോൾ അങ്ങനെ അത് പിന്നെ ശിവസേനയ്ക്ക് ഇൻട്രസ്റ്റ് പിടിച്ചെടുക്കണമുണ്ടായിരുന്നു. അങ്ങനെ അവരെ പോലുള്ള റൈവൽറി വരികയും അങ്ങനെ നെഗറ്റീവ് ഇമ്പ്രഷൻ വന്നു. പക്ഷേ ഷാരൂഖ് ഖാൻ്റെയൊക്കെ സിനിമകൾ അതിന് സത്യത്തിൽ പാൻ ഇന്ത്യൻ ഇൻ്റർനാഷണൽ സിനിമകളാക്കി ഇന്ത്യൻ സിനിമയെ മാറ്റിയത്. ഇപ്പം മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ റവന്യൂ വരുന്ന ഓവർസീസാണ്. ഇതാദ്യമായി ഇന്ത്യയെ കൊണ്ടുവന്നത് ഷാരൂഖ് ഖാൻ്റെ ഹിന്ദി സിനിമകളാണ്. പ്രധാനപ്പെട്ട മാർക്കറ്റ് ഓവർസീസായി മാറി. അതൊക്കെ സിനിമയ്ക്ക് ഗുണം ചെയ്തതാണ്. ഇങ്ങനെ പോകുമ്പോഴാണ് ഒരു സമയത്ത് ഈ സൗത്ത് ഇന്ത്യൻ സിനിമകൾ. പക്ഷേ ടെക്നിക്കലായിട്ട് ഇന്നോവേഷൻസ് ആദ്യം വരുന്നത് സൗത്ത് ഇന്ത്യൻ സിനിമയില്ല. മണിരത്നത്തിന് അവിടെ ഭയങ്കര പേരാണ്, ശങ്കറിന് ഭയങ്കര പേരാണ്. അപ്പോൾ എന്നെ ഈ സിനിമ പഠിപ്പിച്ച ടീച്ചർ എനിക്ക് തോന്നുന്നുണ്ട്, അവർ ഹിന്ദിക്കാർ. അവർ പറയും ഈ സൗത്ത് ഇന്ത്യൻ ഫിലിംസ് ആർ സുപ്പീരിയർ ദൻ ദ ബോളിവുഡ് മൂവീസ്. അപ്പോൾ ആദ്യം എല്ലാം വരുന്നത് അവിടെയാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ നല്ല ടീച്ചർ രണ്ടും നല്ല സിനിമകളെന്ന് പറയും. ടീച്ചർ റിയലിസ്റ്റിക്കലി സൗത്ത് ഇന്ത്യൻ ഫിലിംസ് ആർ സുപ്പീരിയർ എന്ന് പറയും. യു ഹാവ് ബെറ്റർ ടെക്നീഷ്യൻസ് എന്ന് പറയും. ഇന്ത്യൻ പോലെയുള്ള സിനിമകളാണ് ആദ്യം ഈ ഇവിടെ ഒരു ചെറുക്കനും പെണ്ണും പ്രേമിച്ച് കഴിഞ്ഞാൽ ഡാൻസ് നേരെ കൊണ്ടുവച്ച് ഓസ്ട്രേലിയയിൽ വെച്ച ഇന്ത്യൻ സിനിമയാണ്. അതുപോലെ കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ഇതെല്ലാം ആദ്യം സൗത്ത് ഇന്ത്യൻ സിനിമകളിലാണ്, തമിഴ് സിനിമകളും തെലുങ്ക് സിനിമകളാണ് പരീക്ഷിക്കപ്പെട്ടത്. അന്നൊന്നും ഈ കന്നഡ സിനിമയ്ക്ക് ഒരു മാർക്കറ്റും ഇല്ല കേട്ടോ. ഇല്ല. അപ്പം കന്നഡ സിനിമകളെക്കാളും നല്ല സിനിമകൾ മലയാള സിനിമകളാണ്. അപ്പം ഇത് പിന്നെ ഈ സൗത്ത് ഇന്ത്യൻ സിനിമകൾ ഇൻസ്പയർഡ് ആയിട്ടാണ് പിന്നെ അവിടെയുള്ള സംവിധായകർ അത്തരം സിനിമകൾ എടുത്തു തുടങ്ങിയത്. ഷാരൂഖ് ഖാനും മറ്റവളും കൂടി ബോംബെ കണ്ടു, പിന്നെ എന്താണ് ചൂഹി ചൗളയും കൂടി ബോംബെ കണ്ടത് ഡാൻസ് സ്വിറ്റ്സർലാൻഡിലായിരിക്കും. ഇതാദ്യം കൊണ്ട് തമിഴ് സിനിമകൾ, പിന്നെ ഗ്രാഫിക്സ് ഇതൊക്കെ തന്നെ. അപ്പം അങ്ങനെ തമിഴ് സിനിമകളുടെ സ്വാധീനം പേരുണ്ടാക്കിയിടും. രണ്ട് കന്നഡ സിനിമകളെ പറ്റി അക്കാലത്ത് എൻ്റെ ഒരു പിന്നെ അധ്യാപകൻ കൂടിയായിരുന്ന HS ശിവപ്രകാശ്, അദ്ദേഹം അവിടുത്തെ വലിയ നാടകകൃത്ത് കർണാടകയിൽ. അദ്ദേഹം പറഞ്ഞത് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് സിനിമകൾ കന്നഡയിലാണ്. ആ കന്നഡ സിനിമകൾ ഒരു ഈ പറയുന്ന തമിഴ് തെലുങ്ക് സിനിമയുടെ ഇടയ്ക്കിട്ട് സ്വന്തം ഐഡൻറ്റിറ്റി ഇല്ലാത്ത സിനിമകളായിരുന്നു. പിന്നെ കുറച്ച് അവിടെ പിന്നെ ഈ ഗിരീഷ് കർണാടനെ പോലെയുള്ള ആർട്ട് സംവിധായകരുള്ളതുകൊണ്ട് ഇവിടുത്തെ പോലെ ആർട്ട് സിനിമകൾ ഉണ്ടായി വന്നതല്ല. അത് മെയിൻ സ്ട്രീമിൽ ഭയങ്കര തല്ലിപ്പൊളി സിനിമകളായിരുന്നു. രാജ് കപൂറിൻ്റെ സിനിമകൾ എന്നൊക്കെ പറഞ്ഞാൽ MGRൻ്റെയും അതുപോലെ NTRൻ്റെയും സിനിമകളും കൊണ്ട് മാറ്റി വെച്ച പോലെ ഉണ്ടായിരുന്നു. ഐഡൻറ്റിറ്റി ഉണ്ടായിരുന്നു. രാജ്കുമാർ ഐഡൻറ്റിറ്റി ഉണ്ടായിരുന്നു. അത് അടുത്ത കാലം വരെ കണ്ടിന്യൂ ചെയ്തു. ഇപ്പം അത് മാറി. കാന്താരയും മറ്റേ KGF വന്നതോടുകൂടി അത് മാറി. അപ്പം അങ്ങനെ മലയാളത്തിലൊരു KGF വരാനാണ് പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ ഇതുവരെ വന്നില്ല എന്നുള്ളതാണ് ഒരു കാര്യം. പക്ഷെ അത്ര എളുപ്പമല്ല. അവർക്ക് ഇവിടെ വലിയൊരു ഫാൻ ബേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അത്രത്തോളം കാശ് മുടക്കാൻ പറ്റും. ഇപ്പോൾ എമ്പുരാനിലാണ് കാശ് മുടക്കിയത്. എമ്പോൾ 230 കോടി കളക്ട് ചെയ്തെന്ന് പറഞ്ഞിട്ട് പോലും എനിക്കറിയില്ല പ്രൊഡ്യൂസറിന് അത്രയും കിട്ടും. അതിൻ്റെ ചിലവ് എന്ന് വെച്ചാൽ അത്രയും വന്നിട്ടുണ്ട്. ചിലവ് കൂടുമ്പോൾ സിനിമ ഹിറ്റായിട്ടും കാര്യമില്ലല്ലോ. അല്ല അത്രയും നമ്മൾ റവന്യൂ ചെയ്യണം. എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് ഇപ്പം ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ കണക്ക് പുറത്ത് വിടുന്നില്ല. കാരണം അത് വിട്ട് കഴിഞ്ഞപ്പോൾ അത് കൺഫ്യൂഷൻ ഉണ്ടാകും. ഇപ്പം തന്നെ ഈ നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെ പറ്റിയ കാര്യമുണ്ട്. അവർ ചെയ്തത് നല്ല കാര്യമാണ്, കണക്ക് പുറത്ത് വിടും. പക്ഷേ ഒരു കാര്യമുണ്ട്, ഒരു മാസത്തെ കണക്കല്ല, ഒരു സിനിമയുടെ മൊത്തം റവന്യൂ കൈ കിട്ടാൻ ഒരു 6 മാസമൊക്കെ എടുക്കും. 6 മാസത്തെ ഒരിക്കൽ കണക്ക് പുറത്ത് വിട്ടാൽ മതിയായിരുന്നു. ഇപ്പം പൊന്മാനല്ല, അപ്പം എമ്പുരാൻ തന്നെ നോക്കിയാലും ആദ്യത്തെ 1 മാസം അതിൻ്റെ ചിലവ് മറികടക്കുന്ന രീതിയിൽ കിട്ടില്ല, നഷ്ടമായിരിക്കും. അപ്പോൾ രണ്ടാമത്തെ മാസം ഈ കണക്ക് വരുന്നില്ല. ഒരു സിനിമയുടെ റവന്യൂ മൊത്തം കിട്ടാൻ 6 മാസം എടുക്കില്ലേ? 6 മാസത്തെ ഒരിക്കലൊക്കെ വിട്ടാൽ അത് നല്ലതാണ്. ഇപ്പം അത് ഈ എന്താണെന്ന് വെച്ചാൽ ഗുണത്തേക്ക് അധികം ദോഷം ചെയ്തെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ആളുകൾ സിനിമ എടുക്കാൻ പേടിയായി. കാരണം ഏത് സിനിമ എടുത്തു നോക്കാൻ നഷ്ടത്തിലാണ്. 100 10 1 പോലും കിട്ടുന്നില്ല. അത് സുരേഷ് ഏട്ടന് പറ്റിയ ഒരു, ഞാനതിന് ആദ്യം സപ്പോർട്ട് ചെയ്തു. കാരണം എന്താ വെച്ചാൽ ഒരു ബോധം ഉണ്ടാകുന്നത് നല്ലതാണ്. പക്ഷേ ഇങ്ങനെയാണ് ഇവർ കണക്ക് ഉറപ്പെടുത്താൻ ഞാൻ വിചാരിച്ചു. ഞാൻ വിചാരിച്ചു ഓരോ മാസവും കണക്ക് വരും. അപ്പോൾ കഴിഞ്ഞ മാസം സിനിമേനെയും കൂടി കൂട്ടി വരും. അപ്പോൾ 6 മാസം കഴിയുമ്പോൾ അന്ന് റിലീസ് ചെയ്ത സിനിമയുടെ ഇപ്പോൾ പൊന്മാൻ ലാഭത്തിൽ പോകുന്ന ഒരു കൊല്ലം സിനിമയാണ് ഇപ്പോൾ നമ്മൾ എടുത്തു നോക്കുമ്പോൾ. പക്ഷേ പൊന്മാൻ ആദ്യത്തെ കണക്ക് നഷ്ടത്തിൽ പോയ സിനിമയാണ്. അവിടെയാണ് പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് ഇപ്പം തൽക്കാലം വിടുന്നില്ല. നല്ല കാര്യം, നമ്മൾ നല്ല കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്യുമ്പോഴും അതിനിടയിലുള്ള പ്രശ്നം വെച്ചാൽ ഇങ്ങനെ അതിലെ പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ ഹോളിവുഡിലേക്ക് വരാം. അങ്ങനെ ഈ ഗാനയുഗം വന്നതോട് കൂടിയിട്ടാണ് ദാവൂദ് ഇബ്രാഹിമിൻ്റെ ഒക്കെ ഒരു വായിച്ച വന്നു എന്നൊക്കെ പറഞ്ഞൊരു പ്രധാന RSS ഹിന്ദുത്വ സർക്കിൾ ഉണ്ടായിരുന്നു. അങ്ങനെ കേന്ദ്രത്തിൽ ഭരണവും മാറി. ഇവർ പണ്ടേ ഈ BJP ഈ പറയുന്നതിൻ്റെ അതായത് അവിടെയുള്ള ഗാനമാർ ചെയ്യുന്ന സിനിമകൾ എന്തുണ്ട് കുറ്റമെന്ന് കണ്ടുപിടിക്കാൻ നടക്കുകയായിരുന്നു. അങ്ങനെയാണ് ഷാരൂഖ് ഖാൻ്റെ 10ാനിൽ എന്തോ കാവി ബിക്കിനി ഉപയോഗിച്ചെന്ന് പറഞ്ഞുകൊണ്ട് പ്രശ്നം ഉണ്ടാക്കി. പത്മാബ് എന്നത് മുസ്ലിംസിനെ ഭീകരന്മാരായി ചിത്രീകരിക്കുന്ന സിനിമയിൽ ഹിന്ദു വിരുദ്ധമാണെന്ന് പ്രശ്നം ഉണ്ടാക്കി. ഇങ്ങനെ പ്രശ്നം ഉണ്ടായി. ആ പടങ്ങളൊക്കെ ഹിറ്റാകുമ്പോൾ ഇവരൊക്കെ തന്നെ സ്വീകരിക്കുകയും ചെയ്തു. അങ്ങനെ പതുക്കെ ബോളിവുഡ് സിനിമയ്ക്കെതിരെ ഒരു മൂഡ് ഇവർ ക്രിയേറ്റ് ചെയ്ത് വരുമ്പോഴാണ് ആ സിനിമാ നടൻ പുരോഹിതോ പുരോഹിതല്ലേ ഒരു സിനിമ ആത്മഹത്യ ചെയ്തിരുന്നല്ലോ, സുശാന്ത് ആത്മഹത്യ ചെയ്തു. അതോടുകൂടി ഈ അർണാബ് ഗോസ്വാമിക്ക് എടുത്ത് അങ്ങോട്ട് അലക്കി. ഇതൊരു മാഫിയാണ്. മാഫിയ നിയന്ത്രിക്കുന്നത് ഖാൻമാരും
ഈ പറഞ്ഞ അവിടുത്തെ അതിൽ ഗാന്മാർ മാത്രമല്ല നമ്മൾ കരൺ ജോഹർ കുറേ ഹിന്ദുക്കൾ അതിൽ കൊടുത്തിട്ടുണ്ട്. ആ മാഫിയാണ് അവരിൽ നിന്ന് സിനിമയെ രക്ഷിക്കണം. പകരമായി സൗത്ത് ഇന്ത്യൻ സിനിമയെ പ്രൊമോട്ട് ചെയ്യുക. ഈ സമയത്ത് ഏതാണ്ട് കൃത്യമായി അങ്ങ് ബാഹുബലി അതിൻ്റെ തൊട്ട് മുമ്പ് വന്നു, അതിന് KGF വന്നു. ഇതോടുകൂടി വൻതോതിൽ ഒരു സംഘടിതമായ പിന്തുണ സൗത്ത് ഇന്ത്യൻ സിനിമകൾ കിട്ടി. പിന്നെ കാന്താരം കൂടി വന്നു. ഈ സിനിമകളെല്ലാം നിങ്ങൾ എടുത്തു നോക്കിയാൽ ഹിന്ദുത്വ ഐഡിയോളജിയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന സിനിമകളാണ് ഇത്. അത് KGF മാത്രം മാറ്റി നിർത്തിയാൽ മതി. ബാക്കി എല്ലാ സിനിമകളും ബാഹുബലി, അതുപോലെ തന്നെ കാന്താര, പിന്നെ ഏതാ RRR വന്നു, RRR, പിന്നെ വന്നപ്പോൾ സലാർ വന്നു. സലാറിലും ഒക്കെ തന്നെ കുറേ ഹിന്ദുത്വ സാധനങ്ങൾ, ഈ തെലുങ്ക് സിനിമയിലാണ് ഏറ്റവും കൂടുതൽ ഹിന്ദുത്വ സാധനങ്ങൾ വരുന്നത്. തമിഴ് സിനിമയിൽ അതുകൊണ്ടാണ് തമിഴ് സിനിമയിലാണ് ടെക്നിക്കൽ എക്സലൻസ് തെലുങ്കിനേക്കാളും മുന്നിൽ നിൽക്കുന്നത്. പക്ഷേ തെലുങ്ക് സിനിമയെ പ്രൊമോട്ട് ചെയ്യാൻ ഹിന്ദുത്വ രാഷ്ട്രീയം ഏറ്റവും കൂടുതൽ വരുന്നത് തെലുങ്ക് സിനിമകളിലാണ്. അപ്പോൾ ആ ഒരു സപ്പോർട്ടും കൂടി വന്നതോട് കൂടിയിട്ട് ബോളിവുഡിന് പിന്നെ തിരിച്ചു കയറാൻ പറ്റിയിട്ടില്ല ഇതുവരെ. അതിനെ മറികടക്കുന്ന രീതിയിൽ ചലഞ്ചിങ് ആയിട്ടുള്ള സിനിമകൾ വരുന്നുണ്ട്. ഇപ്പോൾ പത്താനൊക്കെ ഓടിപ്പോയെങ്കിലും പഴയ പ്രതാപത്തിലേക്ക് വരാൻ പറ്റുന്നില്ല. ഈ ഒരു മാർക്കറ്റിൽ തന്നെയാണ് എമ്പുരാൻ എൻഗാഷ് ചെയ്യാൻ ശ്രമിച്ചത്. പക്ഷേ അറിഞ്ഞോ അറിയാതെയോ അത് ഹിന്ദുത്വ സൈക്കീനെ കയറി ചൊറിഞ്ഞു. അതുകൊണ്ടൊരു പാൻ ഇന്ത്യൻ ഹിറ്റിലേക്ക് ആ സിനിമ പോയിട്ടില്ല. ബോംബെയിലൊക്കെ പടം ഓടിയെന്നല്ലാതെ ഒരുപക്ഷെ അതൊരു പാൻ ഇന്ത്യൻ ഹിറ്റിലേക്ക് പോകാമായിരുന്ന സിനിമ ആ രീതിയിൽ വലിയൊരു ഹിറ്റ് ആവാതിരിക്കാൻ കാരണം ആ വേൾഡ് ഓവർ കളക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഹിന്ദുത്വ സൈക്കിനെ തൊട്ട് കളിച്ചാൽ നോർത്ത് ഇന്ത്യയിലെ സാധാരണക്കാരുടെ പോകില്ല. ഉണ്ണിമൂന്തൻ്റെ സിനിമ വയലൻസ് മാത്രമുള്ള സിനിമയാണത്. ഉണ്ണിയുടെ ഡെഡിക്കേഷനൊക്കെ ആ സിനിമയിലുണ്ട്. അത് ഉണ്ണിക്ക് കിട്ടിയ ഒരു RSSൻ്റെ സപ്പോർട്ടുണ്ട്. അതിൻ്റെ പുറത്താണ് സിനിമ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടത്. പിന്നെ വയലൻസ് ഇഷ്ടപ്പെടുന്ന ഒരു പുതിയ ജെൻ സി എന്നൊക്കെ പറയാവുന്ന പിള്ളേരെ, പുതിയ പിള്ളേർ. അപ്പോൾ ഹിന്ദി സിനിമകൾ പലപ്പോഴും അത്രത്തോളം വയലൻസ് വരുന്നില്ല എന്നുള്ളതാണ്. അത് മ്യൂസിക്കൽസൊക്കെ അല്ലേ. അതുകൊണ്ട് ഇപ്പം കിൽ എന്ന് പറഞ്ഞ സിനിമ വയലൻസ് വെച്ച് ഹിന്ദി സിനിമ ഓടിയിട്ടുണ്ട്. പക്ഷേ അത് ബോളിവുഡിൽ നിന്ന് കാറ്റഗറിയിൽ വരുമെന്ന് എനിക്കറിയില്ല. ആ സിനിമ ഓടിയിട്ടുണ്ട്. അപ്പോൾ പൊതുവേ എന്ന് വെച്ചാൽ ബോളിവുഡിൻ്റെ ഒരു തകർച്ചയാണ്. അതിന് പല കാരണങ്ങളുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട കാരണം BJP മോഡി പിന്നെ ഭരണം സുസ്ഥിരമായതാണ്. അവർക്ക് ഓൾറെഡി ബോളിവുഡിന് എന്നും തന്നെ തുടങ്ങിയല്ല, ബോംബെ സംസ്കാരത്തോട് അവർക്കൊരു എതിർപ്പുണ്ട്. അതൊരു കോസ്മോപൊളിറ്റൻ ഒരു പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ ഉൽപ്പന്നമാണ്. അത് സ്പ്രെഡ് ചെയ്യുന്നതാണ്. അതിനെതിരെ ഒരു ദേശീയ സംസ്കാരം വരണം. ആ ദേശീയ സംസ്കാരം ഏറ്റവും കൂടി ഉൾക്കൊള്ളുന്നത് ഏതാണ്? ഈ തെലുങ്ക് സിനിമകളാണ്. അതാണ് കാന്താര. അതുപോലെ കാന്താരയിലൊന്നും ആ ഹിന്ദുത്വ സാധനമല്ല, എങ്കിൽ പോലും ഹിന്ദു സാധനങ്ങളുണ്ട്. അത് നന്നായിട്ട് അവർ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ രണ്ട് ഭാഗത്ത് എനിക്ക് തോന്നുന്നു KGFും ഈ ഉണ്ണിമുന്തൻ്റെ പടം ഓടാൻ കാരണം വയലൻസാണ്. വയലൻസ് ഇഷ്ടപ്പെടുന്ന ഒരു പുതിയ ജനറേഷൻ. പിന്നെ ഉത്തരേന്ത്യയിൽ വയലൻസ് പറഞ്ഞാൽ അവർക്കതൊരു നമ്മളെപ്പോലെ ഒരു ഞെട്ടുന്ന സാധനമല്ല. ഡേ ടു ഡേ ഇതിലും വലിയ വയലൻസ് കാണുന്ന ആളുകളാണ്. അതെ. അപ്പോൾ എന്തായാലും സിനിമയിലെ ഈ മേക്കിങ്ങിൻ്റെ രീതിയൊക്കെ മാറ്റി പിടിക്കണമെന്നൊക്കെ പറഞ്ഞ് അവിടുന്ന് തന്നെ ആളുകൾ പറയുന്നുണ്ട്. ബോളിവുഡിലെ രീതി നിങ്ങൾ ദക്ഷിണേന്ത്യൻ സിനിമകളെ കണ്ട് പഠിക്കണം, കാലത്തിനനുസരിച്ച് മാറണം. മേക്കിങ്ങിൻ്റെ രീതികളൊക്കെ അവർ മാറ്റിയിട്ടുണ്ട്. പ്രധാനമായിട്ട് തന്നെ ഇപ്പം സണ്ണി ഡിയോളുടെ സിനിമകൾ ഹിന്ദുത്വ സാധനങ്ങൾ വരുന്നതും ടെക്നിക്കൽ പെർഫെക്ഷനൊക്കെ അവർക്കുണ്ട്. അവർ ഏറ്റവും നല്ല ഇപ്പം മുരുകദോസ് ആണെങ്കിലും എല്ലാം ലോകേഷ് കനകരാജ് മാത്രമേ പോകാതുള്ളൂ. ബാക്കി നമ്മളെ പ്രധാനപ്പെട്ട ആളുകൾ ഇപ്പം അടുത്തിട്ട് നമ്മുടെ ഇയാളുണ്ടല്ലോ, ഉദയനാണ് താരം ചെയ്തത്, റോഷൻ ആൻഡ്രൂസൊക്കെ ഹിന്ദി പോയി പടം ചെയ്യും. പ്രിയദർശൻ കണ്ടിന്യൂസ് ആയി പടം ചെയ്യുന്നു. അതൊരു പ്രശ്നമൊന്നുമില്ല. പ്രശ്നം തീമാണ് എനിക്ക് തോന്നുന്നു. പ്രശ്നം ഒരു ഹിന്ദുത്വം ആ രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്ന സിനിമകൾ അടുത്ത ആൾ വന്നിട്ടില്ല. ദേശീയ സംസ്കാരത്തെ പ്രൊമോട്ട് ചെയ്യുന്നൊക്കെയാണ്. അപ്പോൾ ഹിന്ദുത്വ RSSൻ്റെ ഒരു സപ്പോർട്ട് കിട്ടാതെ ഇനി ബോളിവുഡിന് ആ രീതിയിൽ വരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം RSS ഇന്ത്യയുടെ ഒരു എസ്പെഷ്യലി ഉത്തരേന്ത്യയുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ശക്തിയായി മാറിയിട്ടുണ്ട്. അതാണ് കാര്യം. അപ്പോൾ അതെങ്ങനെ ഇന്ത്യൻ സിനിമ അതുമായിട്ട് ഒത്തുപോകുന്നു ആശ്രയിച്ചു. ഇപ്പം ഇവിടെ ഇപ്പം എമ്പുരാൻ വിജയിച്ച സൗത്ത് ഇന്ത്യയിലെ സൈക്കി ബേസിക്കലി ആൻറ്റി ഹിന്ദുത്വമാണ്. സൗത്ത് ഇന്ത്യ ഞാൻ പറയുമ്പോൾ ആന്ധ്രനെ കൂട്ടണം. ആന്ധ്ര, കേരള, തമിഴ്നാട് ആണ്. നമുക്ക് വലിയൊരു ഡയസ്പോറ ഉണ്ട്. അവരാണ് നമ്മളെ പടങ്ങൾ ഹിറ്റാക്കിയിട്ടുള്ളത്, എമ്പുരാനൊക്കെ ഹിറ്റാക്കിയിട്ടുള്ളത്. എമ്പുരാൻ ശരിക്കും അടുത്ത് എനിക്കൊന്ന് ഈ പറയുന്ന ഹിന്ദുത്വ സൈക്കിനെ ഏറ്റവും ഞെട്ടിച്ച സിനിമയാണ്. അതാണ് പൃഥ്വിരാജിന് ഞാൻ പറയാം, ആ മനുഷ്യൻ്റെ അയാളുടെ ഇച്ഛാശക്തി ഞാൻ ബഹുമാനിക്കുന്നു. കാരണം എന്ന് വെച്ചാൽ അയാൾ ഇത്രയും മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന ആക്ടർ ഇന്ന് ഇന്ത്യൻ സിനിമയെ നിയന്ത്രിക്കുന്ന ശക്തികളുടെ ഒരു മനഃശാസ്ത്രത്തിനെതിരെ ഇത്രയും ശക്തമായിട്ട് അയാൾ ഒരു ആവിഷ്കാരം കൊണ്ടുവരികയാണെങ്കിൽ അയാൾക്ക് എന്തൊക്കെ നഷ്ടം ഉണ്ടാക്കാം. ആ നഷ്ടത്തെ അയാൾ ഗൗനിക്കുന്നില്ല എന്നുള്ളത് വലിയ കാര്യമാണ്. അത് മെയിൻ സ്ട്രീം നടൻ ചെയ്യാന്നുള്ളത് തന്നെ നമുക്ക് ആലോചിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. വലിയ റിസ്ക്കാണ് എടുത്തത്. ഭയങ്കര റിസ്ക്കാണ് അയാൾ എടുത്തത്. അയാൾ ആ തൻ്റെ ഇടം ഉണ്ടല്ലോ, അത് തന്തയ്ക്ക് ഓർന്നവൻ്റെ തൻ്റെ ഇടമാണ്.